ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് തങ്ങളുടെ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കപ്പലുകൾക്ക് ചുങ്കം ചുമത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഇറാൻ ആരംഭിച്ചിരുന്നു. അവർ പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പുതിയ ലോകക്രമം തന്നെ തങ്ങൾ നിലവിൽ വരുത്തുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയത്. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസിലെ നിയന്ത്രണം അവരുടെ കൈവശമുണ്ട്. ഇപ്പോഴും അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. അമേരിക്കയും അവിടെ ചില ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ പ്ലാൻ ഇറാൻ്റേത്, പ്രത്യേകിച്ചും സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും പിടിവലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അവകാശപ്പെടുന്നത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും US-ന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോഴും അതുവഴി കപ്പലുകൾ സുഗമമായി കടന്നുപോകുന്നു. ഇറാന്റെ കപ്പലുകൾ മാത്രമാണ് തങ്ങൾ അവിടെ തടയുന്നത് എന്നാണ് US പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെ പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു, അത് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ അവിടെ ടോൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് അവരുടെ ഭരണാധികാരികൾ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ പുതിയൊരു കപ്പൽ ഗതാഗത പാത തന്നെ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഇറാൻ, നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ പല കപ്പലുകൾക്കും ടോൾ ഈടാക്കുന്നുണ്ട്. ഈ ടോൾ ഈടാക്കുന്നില്ല, ഈ US-ന്റെ നിർദ്ദേശത്തെ തുടർന്ന് പല കപ്പലുകളും ഇറാൻ ടോൾ കൊടുക്കാതെയാണ് ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതെന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയതാണ്. പക്ഷെ നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിലെ ടോള് ഇപ്പോൾ നിലവിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഇറാന് പല കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പുതിയൊരു കപ്പൽ പാത നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. അതായത് ഇപ്പോൾ കൂടുതൽ ഇറാൻ മേഖലയോടടുത്ത്, ഇറാന്റെ തെക്കൻ മേഖലകളിലായിട്ട് ഈ ഖാർ ദ്വീപിന് സമാനമായിട്ടുള്ള ചില ദ്വീപ സമൂഹങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദ്വീപിൽ വെച്ചായിരിക്കും ഇറാൻ ഈ ടോൾ പിരിക്കുന്നത് നടപ്പിലാക്കുക. അപ്പോൾ ഈ ദ്വീപ് വഴി കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഈ കപ്പലുകൾക്ക് പുതിയ ഗതാഗത പാത അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നമുക്ക് നിലവിൽ വിവരം ലഭിക്കുന്നത്. ഇറാൻ തങ്ങൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഇപ്പോൾ മുഴുവൻ രാജ്യങ്ങളും ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത്. എന്നാൽ ഇറാൻ കരാറിന് തയ്യാറാകാതെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. തീർച്ചയായും. അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഇറാന് നേരെ ഓപ്പറേഷൻ ഫ്യൂറി 2.0 നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയതിന് പിന്നാലെ ഉണ്ടായ നയതന്ത്ര സ്തംഭനാവസ്ഥയെ മറികടക്കാൻ വ്യോമാക്രമണം പുനരാരംഭിക്കാൻ ട്രംപും ഉന്നത വൃത്തങ്ങളും ആസൂത്രണം നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ഒത്തുതീർപ്പിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിലും ട്രംപ് അയയാതെ ആക്രമണം തുടരും എന്നുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അജയ്, അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. കാരണം അമ്പയെ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റാണ്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇറാനെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള നീക്കങ്ങൾ ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമമായി ഒരുപക്ഷെ ട്രംപ് നടത്തിയേക്കാം. തീർച്ചയായിട്ടും ട്രംപിന്റെ ഒരു അവസാനത്തെ തുറുപ്പുചീട്ട് തന്നെയാണ് ഇത്തരമൊരു ഭീഷണികളെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇറാന് നേരെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം പുനരാരംഭിക്കാം എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിനുള്ള സാധ്യതകളാണ് പലരും എടുത്തു സൂചിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസ് ട്രംപുമായി അടുത്ത ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ച നിർദ്ദേശം തള്ളിക്കളഞ്ഞതോടെ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകളും നിലവിൽ മുടങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നിലവിൽ ഒന്നും തന്നെ നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇറാൻ ഒട്ടും തന്നെ അയയുന്നില്ല. അവർ തങ്ങളുടെ പഴയ ഉപാധികൾ അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു ആക്രമണം അത് വീണ്ടും പുനരാരംഭിച്ച് ഇറാനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി കൂടുതൽ നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അവർ
US-ന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് ട്രംപ് എത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഒരു രണ്ടാം പതിപ്പ് ഫ്യൂരി 2.0 നടപ്പിലാക്കാൻ അമേരിക്ക തുനിയുന്നത്. എന്നാൽ ഇതിപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ച ഒരു വാർത്തയല്ല. ട്രംപിന്റെ ചില അടുത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം മാത്രമാണ്. പക്ഷേ ചർച്ചകളൊന്നും നടക്കാതെ ഇരു രാഷ്ട്രങ്ങളിലെ നേതാക്കൾ മുഖം തിരിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് ഒരു സാധ്യത വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും അത്തരമൊരു സാധ്യതകൾ വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതല്ല.